മിഡിൽ ഈസ്റ്റിലെ സമുദ്രമേഖലയിൽ അമേരിക്ക അങ്ങനെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇറാനെ അടിച്ചു വീഴ്ത്തിയെന്നൊക്കെ വീരവാദങ്ങൾ പറയുമ്പോഴും മറുഭാഗത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവാത്ത സ്ഥിതിയിൽ അമേരിക്കയെ ഇറാൻ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നായ USS എബ്രഹാം ലിങ്കണ് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC സൈനികാക്രമണം നടത്തിയെന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഒമാൻ കടലിൽ ഇറാന്റെ കടലതിർത്തിയിൽ നിന്ന് ഏകദേശം 340 കിലോമീറ്റർ അകലെ വെച്ച് അമേരിക്കൻ കപ്പൽ ഗ്രൂപ്പിനെ ലക്ഷ്യം വെച്ച് തങ്ങൾ ആക്രമണം നടത്തിയെന്നും ഇത് USS എബ്രഹാം ലിങ്കണിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചുവെന്നുമാണ് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. തങ്ങൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കിയതെന്നും ഇതിന് പിന്നാലെ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ മേഖലയിൽ നിന്ന് പിൻവാങ്ങുകയാണെന്നുമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ അധികൃതർ ഈ വാർത്തകളെ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മേഖലയിലെ വസ്തുതകൾ മറ്റൊന്നാണ് സൂചിപ്പിക്കുന്നത്. അറേബ്യൻ കടലിൽ ഇറാന്റെ ഒരു ചെറിയ കപ്പൽ അമേരിക്കൻ സ്ട്രൈക്ക് ഗ്രൂപ്പിന് അടുത്തേക്ക് എത്തിയപ്പോൾ അമേരിക്കൻ സൈന്യം പരിഭ്രാന്തരായി വെടിയുതിർത്ത സംഭവം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനേക്കാൾ വലിയൊരു പ്രഹരം മിസൈലുകളിലൂടെയും ഡ്രോണുകളിലൂടെയും അമേരിക്കൻ കപ്പലിന് നേരെ ഉണ്ടായെന്നാണ് ഇറാൻ പറയുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്തും തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകൾ സുരക്ഷിതമാണെന്ന അമേരിക്കയുടെ വാദമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. ഇറാൻ പരീക്ഷിച്ച ഡ്രോൺ സാങ്കേതിക വിദ്യയും മിസൈലുകളുടെ കൃത്യതയും അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ളതാണെന്ന് ഇതോടെ ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. USS എബ്രഹാം ലിങ്കൺ എന്നത് കേവലം ഒരു യുദ്ധക്കപ്പലല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള സൈനിക സ്വാധീനത്തിന്റെ വലിയൊരു ചിഹ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 333 മീറ്റർ നീളവും 1,00,000 ടണ്ണിലധികം ഭാരവുമുള്ള കൂറ്റൻ കപ്പലിനെയാണ് ഇറാൻ ആക്രമിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പുറമെ ഭയം കാണിച്ചില്ലെങ്കിലും സംഭവത്തോടെ അമേരിക്ക നന്നായി കുലുങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചുവെന്ന ഇറാന്റെ അവകാശവാദം ശരിയാണെങ്കിൽ അത് അമേരിക്കയുടെ നാവിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്നായി മാറും. ഇതിനു മുൻപും ഇറാന്റെ ഡ്രോണുകൾ അമേരിക്കൻ കപ്പലുകളെ നിരീക്ഷിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഷഹീദ് വിഭാഗത്തിൽപ്പെട്ട ഇറാന്റെ ഡ്രോണുകൾ അമേരിക്കൻ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് കപ്പലിന് തൊട്ടടുത്ത് വരെ എത്തിയത് നേരത്തെ വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ അത് നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനർത്ഥം മിഡിൽ ഈസ്റ്റിലെ കടൽ മേഖലയിൽ അമേരിക്കയ്ക്ക് ഇനി പഴയതുപോലെ സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇതോടൊപ്പം തന്നെ അമേരിക്കയുടെ മറ്റൊരു അത്യാധുനിക വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ഫോർഡ് ഉണ്ടായ തീപിടുത്തവും അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ചെങ്കടലിൽ തമ്പടിച്ചിരിക്കുന്ന ജെറാൾഡ് ഫോർഡിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായ സാങ്കേതിക പ്രശ്നങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സൈനിക സമ്മർദ്ദവും അമേരിക്കൻ കപ്പലുകളെ മേഖലയിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. അമേരിക്കയുടെ നൂതനമായ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇറാന്റെ മിന്നലാക്രമണങ്ങളെ ഫലപ്രദമായി തടയാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ഇറാന്റെ പക്കലുള്ള മിസൈൽ ശേഖരം ഏത് വലിയ കപ്പലിനെയും തകർക്കാൻ ശേഷിയുള്ളതാണെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കൻ അധികൃതർ തങ്ങളുടെ കപ്പലുകൾ സുരക്ഷിതമാണെന്ന് ചിത്രങ്ങൾ സഹിതം വാദിക്കുന്നുണ്ടെങ്കിലും കപ്പൽ ഗ്രൂപ്പിന്റെ പെട്ടെന്നുള്ള നീക്കങ്ങൾ സംശയാസ്പദമാണ്. മിഡിൽ ഈസ്റ്റിലെ ജനങ്ങളുടെ ഇടയിൽ ഇറാന്റെ ഈ സൈനിക നീക്കം വലിയ പിന്തുണയാണ് നേടുന്നത്. ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും നേരിടാൻ അമേരിക്ക കൂടുതൽ സൈന്യത്തെ എത്തിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ പക്കലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ അവയ്ക്ക് വലിയ വെല്ലുവിളിയാകും.